സാറിനുള്ളൊരു കംഫർട്ട് ഫുഡ് ഏതാ? പുട്ട് പുട്ടുണ്ടല്ലോ. പുട്ടല്ലേ? പുട്ട് എന്താ? പിന്നെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോ റാഗി മുദ്ദ കഴിച്ചിട്ടുണ്ടോ? അറിയോ? ഇഷ്ടപ്പെട്ടോ? അതും മട്ടന്റെ മറ്റേ ബോൾ പോലെ സാധനം. എടാ, എന്താ അവന് ഒരു stubborn human being ആണ്. എന്റെ ഗരുഡഗമന ഷൂട്ട് കഴിഞ്ഞപ്പോൾ when I finished the film, for next 2 months I think I was reacting like the character. Yeah. Then my friends used to, I didn't recognize it at all. ഇപ്പോഴും ആ പ്രോബ്ലം ഉണ്ട് എനിക്ക്. അതെ, ഇല്ല, എനിക്ക് എപ്പോഴും ആ വാട്ട് എവർ ഇറ്റ് ഈസ് യു ആർ ഡൂയിങ്, ആ പാഷൻ ഒരിക്കലും ചത്തുപോരുത് എന്നുള്ളത് ആണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. സോ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ വുഡ് ബി ദാറ്റ് not having that passion towards something you love. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് രുദ്രം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡ്രാമ ത്രില്ലർ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എന്താണ് രുദ്രം, എന്താണ് എൻ്റെ ജോണർ? ഇത് മൊത്തത്തിൽ ഈ സിനിമ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ ചെയ്ത സിനിമകളിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ കുറച്ച് ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ് രുദ്രം. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത എല്ലാ സിനിമകളിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കണ്ടന്റ് ആണെങ്കിലും ആ ഒരു എടുത്തിരിക്കുന്ന രീതി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് രുദ്രം. രാജസാറിനും അങ്ങനെ തന്നെയാണോ പറയാനുള്ളത്? ലൈക്ക് ഇതുവരെ ചെയ്ത ക്യാരക്ടറിന് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ രുദ്രത്തിലെ? അതെ, ഞാൻ ഇതുവരെ എന്റെ ഡയറക്ഷൻ ഞാൻ ഗ്രേ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിലും ആ ക്യാരക്ടർ അങ്ങനെ തന്നെ. അവനക്ക് ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അവന്റെ പേരാണ് മാത്യു. പക്ഷെ അവന്റെ ഒരു ഉള്ളിലൊരു പെയിൻ ഉണ്ട്, പിന്നെ അവന്റെ ഒരു ജേർണി ഉണ്ട്, പക്ഷെ ഒരു ഹാർഡ് ഫേസ് ഉണ്ട് അവനക്ക്. അത് എന്തിനാ, അത് എങ്ങനെ, അത് പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. എന്തൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്കും. സോ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു മലയാളം മൂവീസ് ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാ മൂവീസും നമ്മൾ എടുക്കില്ല. അപ്പോൾ ഒരു സ്പെസിഫിക് ഒരു റീസൺ കാണും. അപ്പൊ ഇത് നമ്മൾ ടർബോയുടെ പ്രൊമോഷൻ ടൈമിൽ തന്നെ രുദ്രത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് രുദ്രത്തിൽ ആ ഒരു പോയിന്റ് കാണുമല്ലോ, ആദ്യം തന്നെ അട്രാക്ട് ചെയ്യിച്ചൊരു പോയിന്റ്, ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? നോർമലി എല്ലാ പടത്തിനും ഒരു റഷ് ഉണ്ട്. ഇത് ഹീറോ, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, അങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നുള്ള എവറി cinema does it. Most of the commercial cinemas. But for me, when cinema grows is actually when we show the good of a character, bad of a character, and then we leave it to the audience to judge them. And by judging them, they are also judging themselves. I think that is the quality of Rudiram with all the characters. So that's the reason I think I accepted Rudiram. സാറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ലൈക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. എന്തായിരിക്കും ഇത്രയും വൈകിയത്? ലൈക്ക് രുദ്രം ലൈക്ക് ഈ രുദ്രം ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ? നല്ലൊരു ഇതുവരെ ഞാൻ കുറെ ഫിലിം കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇത് എടുക്കാൻ ഇത്ര നാൾ താമസിച്ചു പോയത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് എടുത്തു പോയത്. ഗോകുലം ഗോപാലൻ പ്രസൻസ് എന്ന് പറഞ്ഞ ലൈക്ക് അത്രയും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും ഒരു വലിയ കാര്യം തന്നെയാണല്ലോ ഫസ്റ്റ് മൂവിൽ. ലൈക്ക് എങ്ങനെയായിരുന്നു അത്, അതിലോട്ട് എങ്ങനെയാണ് എത്തിയത്? ലൈക്ക് ഈ ഗോകുലം ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതൊക്കെ എങ്ങനെയാണ് എത്തിയത്? അത് അവര് ആക്ച്വലി അതെ, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആക്ച്വലി അവരെ കാണിക്കുകയായിരുന്നു. അപ്പോൾ അവർ ആ പ്രിവ്യൂ കണ്ടതിന് ശേഷം അവർ ഇതിന്റെ ഭാഗമാവാൻ, ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ അവർ താല്പര്യം പറയുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അവരുടെയും കൂടെ ഒരു ഈക്വൽ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റും എല്ലാ രീതിയിലും അത് പുറത്തേക്ക് വരുന്നതിനോട് നമുക്കത് ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം തന്നെ ഈ ഒരു മൂവിയുടെ വരുമ്പോൾ ലൈക്ക് മെയിൻ ക്യാരക്ടർ പോസ്റ്ററിലായാലും എല്ലാം ഇവർ രണ്ടാളാണല്ലോ. അപ്പോൾ ഒരു കാസ്റ്റ് മൈൻഡിലോട്ട് വന്നത് അപർണ ആൻഡ് രാജ്പി ഷെട്ടി ഇത് തന്നെയാണോ മൈൻഡിലോട്ട് വന്നത്? അത് ആക്ച്വലി ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ അപർണയെ ഞങ്ങൾ ആദ്യം കമ്മിറ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ കോറേറ്ററും കൂടെ പോയി സംസാരിച്ച് അപർണ ഫസ്റ്റ് ഇന്നായിരുന്നു. അപ്പോഴാണ് പ്രൊജക്റ്റ് ഓൺ ആവുന്നത്. ബട്ട് രാജ് സാർ ആക്ച്വലി ഞങ്ങൾ അതിന് മുമ്പ് 1-2 പേരെടുത്ത് നമ്മൾ നരേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് അവർക്ക് കണക്ട് ആയില്ല പല കാരണങ്ങളാൽ. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല പെർഫോമർ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പം ആ ഒരു നമ്മുടെ അന്വേഷണം ഏറ്റവും അവസാനം രാജ് സാറിലേക്ക് നമുക്കൊരു കോൺടാക്ട് കിട്ടി ത്രൂ മിഥുൻ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ. അപ്പം നമ്മൾ ആ കോൺടാക്ട് വെച്ചിട്ട് രാജ് സാറിനെ അപ്രോച്ച് ചെയ്തു. ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ
ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ സബ്ജക്റ്റ് നറേറ്റ് ചെയ്തു. ആഫ്റ്റർ നറേഷൻ നമ്മളെ സർപ്രൈസ് ആക്കിക്കൊണ്ട് സാർ യെസ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. അതെ. അപർണ, ഇപ്പൊ ഈ ഒരു മൂവിയുടെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇമോഷണലി ഒരുപാട് ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ലൈക്ക് നല്ലൊരു ഒരു സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ട് ആൻഡ് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്യുമ്പോൾ ഇമോഷണലി നിങ്ങളെ അത് ബാധിക്കാറുണ്ടോ? നമുക്കത് ഇപ്പം എന്താ പറയാ, നമ്മളത് ഫിസിക്കലിയും മെന്റലിയും എല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിലുള്ള ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരത്തെ ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇതിലെന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് എന്താ പറയാ, ഇപ്പൊ കരച്ചിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം കുറച്ച് എക്സ്ട്രീമിലാണ്. കാരണം അങ്ങനെയാണ് സിറ്റുവേഷൻ പോകുന്നത്, കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മളത് കുറച്ച് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് കുറെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റിയും ഇതൊക്കെ നമുക്ക് തോന്നും. കുറെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും. ഒബ്വിയസ്ലി അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഐ ഓൾസോ ഫെൽറ്റ് ഗുഡ് ദറ്റ് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ള. കാരണം ദാറ്റ് ഈസ് ഇപ്പൊ ആ ക്യാരക്ടർ അത് കിട്ടുന്നോണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, അതൊരു വേറെ ഡിഫറെന്റ് ഫീൽ ആയിരുന്നു. അതായത് ഇത്രയും ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നു, അതിന്റെ എല്ലാ ഇമോഷൻസും പല ഇമോഷൻസും ഇതിലുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഇടയ്ക്കൊരു സ്നേഹം ഇതൊക്കെ കാണിക്കുന്ന എല്ലാം ഉള്ളൊരു സ്റ്റേജസ് വരുന്നുണ്ട് ഈ ഒരു ഇതില്. അപ്പം ആ കുറെ ഇമോഷൻസ് കാണിക്കുന്നതില് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും, ഡ്രെയിൻഡ് ആവും നമ്മൾ. പക്ഷെ അപ്പൊ വി ഹാവ് പീപ്പിൾ ടു ലൈക്ക് നമ്മൾ എല്ലാവരും പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്ത് ഒരു ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് റീസെറ്റ് ആവും. അടിപൊളി സെറ്റ് ആയിരുന്നു. സെറ്റ് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്തതാ. ഞാനൊന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. എനിക്കിപ്പം ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാം. അപർണ നമ്മൾ സെറ്റിൽ ജോയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 14ാമത്തെ ദിവസമാണ്. നമ്മൾ ഷൂട്ട് ചെയ്തൊരു 13 days കഴിഞ്ഞിട്ടാണ് അപർണ വരുന്നത്. അപ്പം നമ്മളെ ആക്ച്വലി നമ്മുടെ ഒരു ചാർട്ടിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ചീഫായാലും നമ്മുടെ എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആക്ച്വലി ഇത് ഓർഡറിലൊന്ന് പിടിച്ചു പോകാം. അപ്പം ക്യാരക്ടേഴ്സിനും ത്രൂ ട്രാവൽ ചെയ്യാൻ ഈസി ആയിരിക്കും. മാത്രമല്ല രാജ് സാറിന് എക്സ്ട്രീംലി എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിന് ഞാൻ പറയില്ല എങ്കിലും ഒരു ലാംഗ്വേജ് ആണ്. അപ്പം സാറിനും കുറച്ചുകൂടെ ക്യാരക്ടറിലോട്ട് ഇന്നാവാൻ ഈസി ആയിരിക്കും. അപ്പം മാക്സിമം നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നിട്ട് ഈ ചാർട്ടിനെ നമ്മൾ ഫോളോ ചെയ്തു. അപ്പം അപർണ വരുന്നത് ആക്ച്വലി ഞങ്ങളുടെ സിനിമയിൽ 14ാമത്തെ ദിവസം വന്നിട്ട് നമ്മൾ എടുക്കുന്ന സീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ആർട്ടിസ്റ്റും അത് എൻ്റെ അടുത്ത് ആദ്യത്തെ ദിവസം യെസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഞാനത് അപർണയുടെ അടുത്ത് എനിക്ക് ഇച്ചിരി ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഞാനത് പറയാനായിട്ട്. അപർണ ഇങ്ങനെ നമുക്ക് ചെയ്താലോ. അപ്പം ഞാൻ അതിന്റെ ആൻസറിനെ കുറിച്ച് ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ കോൺഷ്യസ് ആണ്. അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും അത് ആ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് ഉള്ളിലോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ. അതെ. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു ചേട്ടാ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇന്നാവുന്നതിന് മുമ്പ് ആ സീക്വൻസിലോട്ട് വന്നതും എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അപർണ അത് പറഞ്ഞത്. ഓരോ മൊമെന്റിലും അത് എനിക്ക് അപർണയുടെ ഭാഗത്തുനിന്നും രാജന്റെ ഭാഗത്തുനിന്നും രാജ് സാറിന്റെ ഭാഗത്തുനിന്നും ഡെഫിനറ്റ്ലി നമുക്ക് ആ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോർഷൻ അപ്പൊ ആദ്യം തന്നെ അത് ചെയ്യുന്നത് ചലഞ്ചിങ് ആയിരുന്നോ? ഇതിലെല്ലാം ആക്ച്വലി അത്യാവശ്യം ചാലഞ്ച് അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് ജിഷോ ചേട്ടൻ ഇപ്പൊ അങ്ങനെ വിചാരിച്ച് ചോദിച്ചാലും ഇതിലിപ്പം എനിക്ക് തോന്നുന്നു അല്ലേ അവിടെയുള്ള ഏത് സീക്വൻസ് എന്നാലും നമ്മളിപ്പോ അവിടെയുള്ള ഏത് സീക്വൻസ് എടുത്താലും അത്യാവശ്യം ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസുകളാണ് ഉള്ളത്. അപ്പം എനിക്കിപ്പോ ഓൾറെഡി എന്റെ മൈൻഡിൽ അറിയാം ഇത് ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറും അതിലത്തെ ഓരോ കാര്യങ്ങളും ഓരോ സീക്വൻസ് എടുക്കാൻ പോകുന്നതിനും അത്ര ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളത് ഓൾറെഡി എവിടെയോ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ആദ്യത്തെ ദിവസം തന്നെ ഇത് വേണ്ട അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പൊതുവെ ഒരു സെറ്റിൽ പോയാലും ഇപ്പം എന്താണ് ഡയറക്ടർക്ക് ഈസി അല്ല നമുക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ഓക്കെ ഇന്ന് എനിക്കിത് അഭിനയിക്കാൻ വയ്യാന്ന് അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കും. അപ്പോൾ ഒരു ലൈക്ക് മൂവിയുടെ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും പിന്നെയും ആ ഒരു മൂവിയുടെ ക്യാരക്ടർ അതിന്റെ കുറച്ച് മാനറിസംസ് ഒക്കെ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് ഇമോഷണൽ സൈഡ്സ് ഒക്കെ ആ ഒരു ഭാരം മനസ്സിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഭാരം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എല്ലാം മെന്റലിയും ഫിസിക്കലിയും ഭയങ്കര നല്ലോണം വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാള് ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ ഒരു ബ്രേക്ക് എന്നല്ല, ഇന്റൻഷനലി അല്ല. രുദ്രത്തിന് ശേഷം രുദ്രത്തിന് ശേഷം ഞാൻ നമ്മളൊരു ബ്രീതിങ് സ്പേസ് എടുക്കാന്ന് അറിയില്ലേ, അങ്ങനെ ഒരു സ്പേസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നമ്മൾ കുറെ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും ഈ പറഞ്ഞ മാതിരി എപ്പോഴും നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് സിനിമകളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും മൂവിയുടെ ക്യാരക്ടർ അത്രയും മൈൻഡിൽ വന്നിട്ടുണ്ടോ? ലൈക്ക് നമ്മളെ വിട്ട് പോവാത്തൊരു ക്യാരക്ടർ പോലെ തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമ? സൂര്യ റിപ്പോർട്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം ഞാൻ ഒരു വർഷം എടുത്ത് അത് വർക്ക് ചെയ്തു. അതിന്റെ മുകളിൽ കൂടെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടും ഉണ്ടായിരുന്നു ഒരു 6 months-ഓളം. അപ്പൊ 6 months അല്ല, അതിന്റെ എല്ലാ പ്രോസസ്സും കൂടിയിട്ട്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് മൈൻഡിൽ അങ്ങനെ കിടന്നതാണ്. രാജ് സാറിന് അങ്ങനെ പറയാൻ പറ്റുമോ, ഈ ഒരു മൂവി കഴിഞ്ഞിട്ടും ഇപ്പം അപർണയ്ക്ക് ഫീൽ ചെയ്തതുപോലെ തന്നെ ലൈക്ക് ഇമോഷണലി ഒരുപാട് ആ ഒരു ക്യാരക്ടർ ഒരു സ്ട്രെസ് തന്നിട്ടുണ്ടായിരുന്നോ? സ്ട്രെസ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പോ എൻ്റെ ഗരുഡഗമന ഷൂട്ട് കഴിഞ്ഞപ്പോൾ when I finished the film, for next 2 months I think I was reacting like the character. Yeah. Next 2 months. And then like I didn't recognize. And പിന്നെ I couldn't wear slipper for next 2 months. Then if I wear the slipper, like it was from that character, it was a Paragon slipper, and if I wear that, the walking style would change. I didn't realize it. And I was speaking in a very, I never speak in that rude manner. My language is very soft. Okay. Then my friends used to, I didn't recognize it at all. ഇപ്പോഴും ആ പ്രോബ്ലം ഉണ്ട് എനിക്ക്. അതെ, ഇപ്പോ for example in like turbo I would wear, what do you call this? മോതിരം. അപ്പോ വേറെ സെറ്റ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇതില്ലല്ലോ, ഓക്കെ ഫൈൻ, അത് വരൂ, അത് ചെറുതായിട്ട് വരൂ, മോതിരം ഇങ്ങനെ ഇടുന്ന പോലെ ഇങ്ങനെ ചെയ്യൂ. ഇല്ലെങ്കിൽ വാച്ച്, അത് ക്യാരക്ടർ വാച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്യൂ. പക്ഷെ നമുക്ക് പിന്നെ ഓക്കെ ദിസ് ഇസ് നോട്ട് ദ തിങ്, ദിസ് ഇസ് നോട്ട് ദ തിങ്, ദിസ് ഇസ് നോട്ട് ദ തിങ്. അത് കുറച്ചും കൂടി ഇത് വേണം. അത് എങ്ങനെ നമ്മുടെ ഉള്ളിൽ പോകും അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ദാറ്റ് ഈസ് കോൾഡ് എ സൈക്കോളജിക്കൽ സ്പേസ്. അതൊക്കെ ചില ടൂളുകൾ നമുക്കത് യൂസ് ആവും, നമുക്കത് അറിയാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് നോ ദാറ്റ് ലൈക്ക് ഐ ബി യൂസിങ് മൈ watch as a property, extension of my emotion. I don't know that. Like I'll be doing this and then talking or doing something, and then I remember that like the next time I'll be missing, this is not there. The moment I see a light, then like the character goes there. അത് ചെറിയൊരു പ്രോബ്ലം വരും. അത് പ്രോബ്ലം ഒന്നും അല്ല, പക്ഷെ വേറെ ആൾക്കാർക്ക് ചെറുതായിട്ട് പ്രോബ്ലം, വേറെ ആളുകൾ കാണുമ്പോ ഇങ്ങനെ പേടിക്കും. അതെ. അപ്പൊ രുദ്രത്തിന് ശേഷം ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം എന്താ പറയാ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിൽ? എല്ലാ ക്യാരക്ടറും ഇൻവോൾവ്മെന്റ് സെയിം അല്ലേ. ഈവൻ ഇഫ് ദ ക്യാരക്ടർ ഇസ് നോട്ട് ഇന്റൻസ്, to become that character there is a challenge. Especially when the character is not intense, there is another way of approaching the character. Intense ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഓക്കെ ഇത് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഇമാജിൻ ലൈക്ക് യു ആർ എ friend to that person, even he has a psychology. എല്ലാവർക്കും അതുണ്ട്. ഇതുക്കും especially the first thing was language. പിന്നെ അവന്റെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ട്, ഈ ക്യാരക്ടറുടെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യുന്നു. I think he is expressing this throughout the film. When somebody is in pain, you can see his face and recognize that he feels it personally. അത് നമുക്ക് അത് ഞാൻ എൻ്റെ ഹെഡിൽ വർക്ക് ചെയ്തു. പക്ഷേ ഡയറക്ടറുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, വാട്ട് എവർ you are doing is right. So might be some patient is approaching to him, some patient is telling her own story. പക്ഷെ ഈ ആൾക്ക് ആ സ്റ്റോറി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്റ്റോറി. ഈ ആള് ഉള്ളിൽ ഇമോഷണൽ. അതെന്തിനാ, അത് നമുക്ക് ക്യാരക്ടർ കാണുമ്പോൾ, നമുക്ക് പടം കാണുമ്പോൾ അറിയൂ, കംപ്ലീറ്റ് കാണുമ്പോൾ അറിയൂ. ബട്ട് ഐ തിങ്ക് വി നീഡ് ടു റെക്കഗ്നൈസ് ദ പോർഷൻസ് and we need to become the human and then approach the scene. Even when you don't have dialogues, nothing, you are the person. I think ആ അപ്രോച്ച് ഉണ്ട്. നമ്മൾ ഈ ഒരു മൂവിയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെയാണ്. അപ്പൊ ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ മെയിൻലി ആരായിരുന്നു? ഡയറക്ടർ തന്നെ ആയിരുന്നോ? അതെ, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു 22 കിലോമീറ്റർ ആണ് ഈ പറയുന്ന സ്ഥലത്തേക്ക്, 25 കിലോമീറ്റർ. അപ്പം എനിക്ക് ബിഫോർ ഷൂട്ടിന് മുമ്പ് തന്നെ എനിക്ക് ഈ ലൊക്കേഷൻസ് എല്ലാം ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. അപ്പൊ നമ്മൾ വൺ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഈ ലൊക്കേഷൻസ് എല്ലാം കണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്തത്. ഇതുവരെ ഈ ഒരു ലൊക്കേഷനിൽ ഒരു മൂവി ഒന്നും വന്നിട്ടില്ല? ഉണ്ട്, ബട്ട് എനിക്ക് അറിയാവുന്ന പോലെ ആ ലൊക്കേഷൻ അത്ര കാണിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അവിടെ എന്റെ ലൊക്കേഷനും ഇതില് വലിയ പാട്ട്, എന്റെ നേറ്റിവിറ്റി ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈസി ആയിരുന്നു.
അതിൽ ആ ലൊക്കേഷന്റെ ആ ഭംഗി കാണിക്കുന്ന കുറെ മറ്റേ ഹെലിക്യാം വ്യൂസും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ലൊക്കേഷൻ ഒരു എനിക്കും തോന്നി ഒരു മേജർ പാർട്ടാണ്. പടത്തിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപർണയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താന്ന് വെച്ചാൽ എന്ത് പറയും? എന്താ അത് കൊറേ അല്ലല്ലോ. ഇല്ല, എനിക്ക് എപ്പോഴും ആ വാട്ട് എവർ ഇറ്റ് ഈസ് യു ആർ ഡൂയിങ്, ആ പാഷൻ ഒരിക്കലും ചത്തുപോരുത് എന്നുള്ളത് ആണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. സോ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ വുഡ് ബി ദാറ്റ് നോട്ട് ഹാവിങ് ദാറ്റ് പാഷൻ ടുവേർഡ്സ് സംതിങ് യു ലവ്. അത് ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ ആരിപ്പോൾ സിനിമ ചെയ്യുമ്പോൾ അത്രയും പാഷനറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറയുന്ന എവറി ഫസ്റ്റ് ഡേ ഓഫ് ദ ഷൂട്ട് വി ഗെറ്റ് റിയലി വറിഡ്. അപ്പൊ ആ വറി എപ്പോഴും ഉണ്ടാവണം. ആ ഫസ്റ്റ് ഡേ ഉള്ള ടെൻഷൻ ഇല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ എം ലവിങ് ഇറ്റ് എനിമോർ എന്നുള്ള എനിക്കൊരു അങ്ങനത്തെ ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പം ഐ തിങ്ക് അത് ഡൈ ഔട്ട് ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് വിൽ ബി മൈ ഫിയർ. ഈ പറയുന്ന പോലെ ഇപ്പം ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ഇവർക്ക് ഉണ്ടായ ഒരു സ്ട്രെസ്സിനെ കുറിച്ചിട്ട്, ലൈക്ക് സ്ട്രെസ് അല്ല, ലൈക്ക് അവർ പറഞ്ഞു അത്രയും അങ്ങനത്തെ ഒരു സ്റ്റോറി ആണല്ലോ നമ്മുടെ സ്റ്റോറി. അപ്പോ ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ എന്തായാലും നമ്മൾ റൈറ്റ് ചെയ്തൊരു സംഭവം കൂടിയാണ്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഞാൻ പലപ്പോഴും മാത്യുവിന്റെ കൂടെ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് രാജ് സാറിന് അറിയാം. അത് വേറെ ഒന്നുമല്ല, എനിക്ക് മാത്യു എന്ന് പറയുന്ന ആള് മോർ ദാൻ ഫിക്ഷൻ നമ്മൾ അറിയുന്ന കുറെ ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് നമ്മളെവിടേക്കോ കണ്ടുപരിചയമുള്ള ചില ക്യാരക്ടേഴ്സായിട്ട് കണ്ടുപരിചയമല്ല, ആ മാത്യുവിൻ്റെ ജേണിക്ക് ഒരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ചൈൽഡ്ഹുഡും പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്തരം ചില എനിക്ക് ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെ അറിയാം. ഞാനത് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ അപ്പുറം നമ്മളെ ആക്ച്വലി ഈ പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കുള്ളൂ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം അതിൽ എപ്പോഴും മൂഡ് സ്വിങ്ങും കാര്യങ്ങൾക്ക് അപ്പുറം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇത്രയും വലിയ രണ്ടുപേരെ നമ്മൾ മാനേജ് ചെയ്യണം. ആ ടെൻഷൻ ഇവർ തന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ള കാര്യം. രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെബ്യൂ ഡയറക്ടർ എങ്ങനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റും ആ സ്പേസിൽ രണ്ടുപേരും എന്നെ മാക്സിമം കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്, അതേപോലെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോഴും ഓക്കെ ആ ഒരു ചെറിയൊരു മൂഡ് സ്വിങ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആ ഫിസിക്കൽ എഫർട്ട് കൊണ്ട് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലും ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അത്രയും ഞാൻ പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു 45+ ഒക്കെ ആയിരുന്നു ഞങ്ങൾ പുറത്ത് ഔട്ട്ഡോർ പോകുമ്പം ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ചൂട്. സാറിന് ആക്ച്വലി ഒരു സ്വെറ്റർ നമ്മൾ ഈ ചിമ്മിണി തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു ചില ദിവസം 45+ ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഷൂട്ടിംഗ് ടൈമിൽ. നല്ല ചൂട്, സൺബേൺ, പിന്നെ എനിക്ക് സ്വെറ്റർ ഉണ്ടായിരുന്നു. സൺബേണിനെക്കാട്ടിലും ഒരു ചൂടെടുക്കുന്ന ഒരു ഫീൽ ഉണ്ട്, നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന ഒരു. എനിക്കൊരു ഓർമ്മ, അപർണ ആക്ച്വലി തലേദിവസം പനി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഷോട്ട് വെക്കുന്നത് ഡാമിന്റെ ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആരായാലും വീണു. ബട്ട് എന്താ പറയാ, ചെറിയൊരു ചേട്ടാ ഒന്നും മാറ്റായിരുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയോ ഇല്ല, ബട്ട് ബ്യൂട്ടിഫുള്ളി അത് ചെയ്തു. അത് ആരായാലും മനുഷ്യനായ പറയുമോ. ബട്ട് അതൊക്കെ ഞാനിപ്പം ആ ഫ്രീഡം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എന്തിനാ ഇത്ര നേരത്തെ വിളിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പറഞ്ഞ പറയും ചില ദിവസം ചേട്ടാ നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തെ സ്കിപ്പായാലോ എന്നും ചോദിക്കും. അപ്പം അതൊക്കെ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സൗഹൃദത്തിൽ രാജ് സാറായാലും ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, നല്ലൊരു ലൊക്കേഷനും ആയിരുന്നു. നമുക്ക് എല്ലാ ടെക്നീഷ്യൻസും ആയിട്ട് ഒരു ജോളി. നമ്മൾ ആരോടും ഒന്നും ഡിമാൻഡ് ചെയ്യുന്നതല്ല, നമ്മൾ ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട്. ഇപ്പൊ ചിലത് നമ്മള് പിറ്റേ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിന്റെ ബെറ്റർ റിസൾട്ട് കിട്ടും എന്ന് തോന്നുന്നത് ഞാൻ ജിഷോ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ ചെയ്യാം. അല്ല, അത് നമുക്ക് മനസ്സിലാവും അവർ പറയുന്നത് ഭയങ്കര ജെന്യുവൻ ആണല്ലോ. പക്ഷെ നമ്മളത് പ്രസന്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. നമ്മളത് സാധിപ്പിച്ചെടുക്കുക, അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുക, അവരത് തരും നമുക്ക്. ആ ഉറപ്പല്ലേ, നമുക്കത് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം. അപ്പൊ ഈ പോസ്റ്ററിൽ കാണുന്ന ആ ടയേർഡ് ലുക്ക് മേക്കപ്പ് ഒന്നും അല്ല, ശരിക്കും ചൂടടിച്ച്. എനിക്ക് തോന്നുന്നു രാജ് സാർ പിന്നെയും പുറലോകം കുറെയൊക്കെ കാണുന്നുണ്ട്. അപർണ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു ടൈമിന് ശേഷം പിന്നെ രണ്ടുപേരും ഒത്തിരി ഈ ടയർഡ്നെസ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും തലേദിവസം കൊണ്ട് നിർത്തിയത്. അങ്ങനെയല്ല, ഇടയ്ക്ക് ചോദിക്കും ഫ്രണ്ടപ്പായിട്ട് ചേട്ടാ ഇത് കഴിയോ ഇപ്പൊ തീരുവോ. ചില സമയത്ത് ഇത് ഞാൻ ആക്ഷൻ ഒട്ടും ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ആക്ഷൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മള് കൂടുതലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള്
നമ്മള് മനുഷ്യ സഹജമായിട്ട് നമ്മൾ ഒത്തിരി വയ്യാണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, അയ്യോ വയ്യ, കുറച്ച് ബാക്കി നമുക്ക് നാളെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ എനിക്ക് രാജസാറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഈ പടത്തില് അപർണയും രാജു ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് തോന്നുന്നു പുതിയ ഫേസുകളായിരുന്നു. അപ്പൊ നമ്മുടെ പടത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായാലും എനിക്ക് തോന്നുന്നു അവന്റെ ഒരു 1.5 മാസത്തെ ജേണിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം അവരായിട്ട് അപർണയ്ക്ക് കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ രാജ് സാറിന് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പം രാജ് സാർ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പം 4-5 ടേക്കൊക്കെ പോകും. ആ പേഷ്യൻസ് സാറ് ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ പേഷ്യൻസ് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പല സജഷൻ ഷോട്ടിലും സാർ നിൽക്കേണ്ട കാര്യം പോലും ഉണ്ടാവില്ല, പക്ഷെ പോയി പുള്ളി അവിടെ ഇരിക്കും, ആ റിയാക്ഷൻസ് കൊടുക്കും. ഞാൻ പറഞ്ഞ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വലിയ കാര്യമാണ്, സാറിന് ചെറിയ കാര്യമാണെങ്കിലും. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അത് എന്റെ ജോലിയല്ലേ, അതൊക്കെ സാറ് എനിക്ക് പൈസ കൊടുത്തില്ല. അത് മാത്രമല്ല, പിന്നെ എന്റെ കോ ആർട്ടിസ്റ്റിന്റെ റിയാക്ഷൻ നന്നായിട്ട് കിട്ടിയാൽ മാത്രം ആ സീന് പിന്നെ ആ പടം അതൊക്കെ ഒരു ഗുണങ്ങൾ കിട്ടും. വെറുതെ ഓക്കെ ഐ വിൽ പ്രിപ്പയർ മൈ ക്യാരക്ടർ ബട്ട് യു ഡോണ്ട് ഹെൽപ്പ് യുവർ കോ ആക്ടർ, അത് മോശമല്ലേ, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇപ്പൊ ഇവിടെ ഞാൻ ഫ്രെയിമിലില്ല, പക്ഷെ അവരുടെ ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നിന്നിട്ട് എന്റെ കണ്ടിട്ട് ഡയലോഗ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് അത് ഫീൽ കിട്ടും. ആ ലുക്ക് ബോർഡ് കൈ കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ല. അത് ഞാൻ ഡയറക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യൂ. പിന്നെ ഇവിടെ എന്തിനാണ് ഞാൻ അതിന്റെ ചേഞ്ച് ചെയ്യുന്നത്? അതാണ് എന്റെ വർക്കിംഗ് സ്റ്റൈൽ. സോ ഐ വർക്ക് ഹിയർ ഇൻ ദി സെയിം വേ. സാറിനുള്ള ഒരു കംഫർട്ട് ഫുഡ് ഏതാ? പുട്ട്. പുട്ടുണ്ടല്ലോ. പുട്ടല്ലേ? ഫുഡ്. പുട്ടുക്ക് എന്താ? പുട്ടുക്ക് ഫിഷ് കറി. ഫിഷ് കറിയാണ് അതൊക്കെ അല്ലെങ്കിൽ അപ്പമുണ്ട്. ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. ബിരിയാണി. അപ്പൊ കംഫർട്ട് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും റിയൽ ലൈഫിൽ കംഫർട്ട് ഫുഡ് ഏതായിരിക്കും? കംഫർട്ട് ഫുഡ് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഒരു എല്ലാം കഴിക്കും. ഞാൻ ഇതേ ഫുഡ് വേണം അങ്ങനെയൊന്നും ഇല്ല. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഫുഡ് ഞാൻ വളരെ ഇഷ്ടപ്പെടും. ഐ തിങ്ക് ദാറ്റ്സ് ദ പാർട്ട് ഓഫ് കൾച്ചർ. സോ വി നീഡ് ടു സീ ഹൗ ദേ കുക്ക്. പിന്നെ ഈ തട്ടുകട ഉണ്ടല്ലേ, അത് എന്റെ ഫേവറേറ്റ് ആണ്. തട്ടുകടത്തിന്റെ ഏത് ഫുഡ് ആയാലും കുഴപ്പമില്ല. രാജ് സാറ് ഫസ്റ്റ് രുദ്രത്തിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോ നമ്മള് പോയിട്ടുണ്ട്. നമ്മള് തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ചിലടത്ത് വണ്ടി എടുത്ത് അവിടെ രണ്ടുപേരും. ഓക്കെ, അപ്പൊ രാജ് സാറിന് നമ്മൾ ഇവിടുത്തെ ചോദിച്ചു. അപർണയ്ക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കംഫർട്ട് ഫുഡ് ഏതാണ്? തമിഴ്നാട്ടില് തമിഴ്നാട്ടിൽ ഇപ്പം എന്താ, ഞാനിപ്പോ മധുരയിൽ പോകുമ്പോ അവിടെ മറ്റേ ബൺ പൊറോട്ടയും അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോ റാഗി ഇഷ്ടപ്പെട്ടോ? അതും മട്ടന്റെ എന്താ, അവന് ഒരു സ്റ്റബ്ബേൺ ഹ്യൂമൻ ബീങ് ആണ്. അവനക്ക് അവന്റെ പ്ലേറ്റിൽ എന്താ കിട്ടുള്ളത് അത് മാത്രം അവനക്ക്. റൈസും ഫിഷ് കറിയും, വേറെ ഒരു ഫുഡും ട്രൈയും ചെയ്യില്ല. എന്തില്ല, അത് നല്ല ടേസ്റ്റ്. അത് ഞാൻ പുതിയതായിട്ട് കഴിക്കുന്നത് ബാംഗ്ലൂർ ധൂമം ചെയ്തപ്പം ഹൊമ്പാലെ പൂജ കഴിഞ്ഞ ദിവസം. വെരി ഹാർഡ് ടു കൺസ്യൂം റാഗി മുദ്ദ ആൻഡ് ഇറ്റ്സ് വെരി ഹെൽത്തി. ഫാന്റാസ്റ്റിക്. ഒരു ബോൾ പോലെ ഇരിക്കുന്ന സാധനമല്ല റാഗിയുടെ ബോൾ പോലെ അതൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല. ആ ഒരു കറി ഉണ്ട്. അപ്പൊ ഒരു മട്ടൻ കറിയുടെ കൂടെ ഇത് തന്നത് യമ്മി. See, first time I am actually seeing somebody, even Karnataka, everybody doesn't eat ragi mudde. Oh. Yeah. No, everybody doesn't know. I eat everything. So you like? Yeah. മറ്റേ ഇവിടെ ഇപ്പം ഒത്തിരി വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് ഈ റാഗി മുദ്ദനെ കുറിച്ച് ഇത് വ്ളോഗ്സിലൊക്കെ കാണാറുണ്ട്, മറ്റേ ഫുഡ് വ്ളോഗ്സിലൊക്കെ അല്ലേ? അതെ. മലപ്പുറം. അപ്പൊ എന്തായാലും നമ്മുടെ രുദ്രം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തോ? നമ്മൾ December 13th ആണ്. അപ്പൊ എന്തായാലും സിനിമ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.